ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 7 ജില്ലകളിൽ പോളിംഗ് നിരക്ക് 44.9%. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മണിപ്പൂരിലെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ ഇന്ന് ആരംഭിക്കും. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിന്റെ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. വിസിമാരെ കോടതി നേരിട്ട് നിയമിക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണം ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 ജില്ലകളിൽ 44.9% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച ജനപങ്കാളിത്തമാണ് രാവിലെ മുതൽ ദൃശ്യമാകുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലായി 12,391 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ തുടരും. നിലവിൽ തൃശൂർ ജില്ലയിൽ 43.81%, പാലക്കാട് 45.35%, മലപ്പുറത്ത് 46.68% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് പോളിംഗ് ശതമാനം 45.36%, വയനാട് 43.85% ആണ്. കണ്ണൂരിൽ 43.38%, കാസർഗോഡ് 43.45% ഇതുവരെയുള്ള പോളിംഗ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 38.27%, കണ്ണൂർ കോർപ്പറേഷനിൽ 36.23%, തൃശൂരിൽ 35.87% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 കോർപ്പറേഷനുകൾക്ക് പുറമെ 47 മുനിസിപ്പാലിറ്റികളും 470 ഗ്രാമപഞ്ചായത്തുകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 7 ജില്ലാ പഞ്ചായത്തുകളുമാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ 1ാം ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ റീപോളിംഗും പുരോഗമിക്കുകയാണ്. 9 നടന്ന വോട്ടെടുപ്പ് വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. വയനാട് ജില്ലയിൽ രാവിലെ മുതൽ വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് വോട്ടർമാരിൽ നിന്നുമുണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തത്സമയം ചേരുന്നു. അരുൺ, വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ നിന്നും മികച്ച പ്രതികരണമാണോ ലഭിക്കുന്നത്? മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? സോഫിയ, വയനാട്ടിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 5.5 മണിക്കൂർ പിന്നിടുമ്പോൾ 45% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് 10 മണിയോടെ ഗണ്യമായി ഉയരുകയായിരുന്നു. തോട്ടം മേഖലയൊക്കെ രാവിലെ തിരക്കുണ്ടായിരുന്നെങ്കിലും അത് കുറയുകയായിരുന്നു. എന്നാൽ 10 മണിക്ക് ശേഷം ഗോത്ര മേഖലയിൽ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ബാവിലി ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുനെല്ലി, നെന്മണി അടക്കമുള്ള ഗോത്ര മേഖലയിലൊക്കെ വലിയ തിരക്കാണ് നിലവിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. അപ്പോൾ ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ അവരെ പോളിംഗ് സ്റ്റേഷൻ എത്തിക്കാനായി വിപുലമായ സംവിധാനമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. ഇവർക്കായി വോട്ട് വണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 KSRTC ബസ്സുകളായാണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ദുരന്തത്തിന് ശേഷം ഇവർ പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതായത് കൽപ്പറ്റ, മേപ്പാടി അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി എടക്കടവ് ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കർ AN ഷംസീർ തലശ്ശേരി പുന്നോൽ എയ്ഡഡ് LP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പായം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വോട്ട് ചെയ്തു. MK മുനീർ MLA വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തിരുത്തിയാട് IHRDയിൽ വോട്ട് രേഖപ്പെടുത്തി. CBCI അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ ലൂർദ് സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കഥാകൃത്ത് T പത്മനാഭൻ കണ്ണൂർ പൊടിക്കുണ്ട് രാമതെരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ആകെ 38,994 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കാസർഗോഡ്, മംഗൽപാടി, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും, കണ്ണൂർ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും, കണ്ണാപുരം, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലായി 9 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഈ വാർഡുകളിലേക്ക് വോട്ടെടുപ്പില്ല. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ആ വാർഡിലെ വോട്ടെടുപ്പും മാറ്റിവച്ചിരിക്കുകയാണ്. തൃശൂർ വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെ തേനീച്ച ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 8ഓളം പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ വലിയ തോതിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭകളിൽ പോളിംഗ് 38% മുകളിലെത്തി. നീലേശ്വരത്ത് 47%-നടുത്താണ് പോളിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ തത്സമയം ചേരുന്നു. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ഗ്രാമീണ മേഖലയിലടക്കം മികച്ച പ്രതികരണമാണോ ലഭിക്കുന്നത്? സോഫിയ, കാസർഗോഡ് ജില്ലയിൽ രാവിലെ 7 മണിക്ക് തന്നെ തുടങ്ങിയ പോളിംഗ് സമാധാനപരമായി തുടരുകയാണ്. ഇതുവരെ 43.26% പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ജില്ലയിൽ 12 ഇടങ്ങളിൽ രാവിലെ തന്നെ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതിനെ തുടർന്ന് വോട്ടിംഗിന് കാലതാമസം നേരിട്ടു. പിന്നീട് അത് പരിഹരിച്ചു. രാവിലെ തന്നെ ജില്ലയിലെ മിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉച്ചയോടുകൂടി അതിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 12:45 വരെയുള്ള കണക്ക് പ്രകാരം 4,83,323 പേർ വോട്ട് രേഖപ്പെടുത്തി. അതിൽ 2,26,333 പേർ പുരുഷ വോട്ടർമാരും 2,56,989. നന്ദി ജഗന്നിവാസൻ. കണ്ണൂർ മോറാഴ സൌത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മോറാഴ സ്വദേശി KP സുധീഷാണ് മരിച്ചത്. 18,274 പോളിംഗ് ബൂത്തുകളാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2,055 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 2 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇംഫാലിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. മണിപ്പൂർ സർക്കാർ നൽകുന്ന പൌരസ്വീകരണത്തിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. വിവിധ വികസന പദ്ധതികൾക്കും രാഷ്ട്രപതി തുടക്കം കുറിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. കേന്ദ്രമന്ത്രി JP നഡ്ഡ ചർച്ചയ്ക്ക് മറുപടി നൽകും. വന്ദേമാതരം സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം രാജ്യസഭയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കും. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. VCമാരെ സുപ്രീംകോടതി നിയമിക്കും. മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകാൻ ജസ്റ്റിസ് ദുലിയ കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ കത്തും ഗവർണറുടെ മറുപടിയും പരിശോധിച്ച ശേഷം സമിതി ബുധനാഴ്ചയ്ക്കകം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് സുപ്രീംകോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ആരംഭിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ ചലച്ചിത്രതാരം ലിജോ മോൾ ജോസിന് ഡെലിഗേറ്റ് കിറ്റ് നൽകി പാസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. കൊല്ലത്ത് നിർമ്മാണത്തിനിടെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കർശന നടപടി സ്വീകരിച്ച് ദേശീയപാത അതോറിറ്റി. ഈ മാസം 5-ന് കൊട്ടിയത്തിനടുത്ത് മൈലക്കാട് ദേശീയപാത 66-ൽ അപകടമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരാറുകാരായ ശിവാലയ കമ്പനിയെയും ഫീഡ്ബാക്ക് സത്രയെയും ഭാവി പദ്ധതികൾക്കുള്ള ലേലത്തിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ശിവാലയയ്ക്ക് 3 വർഷം വരെയും ഫീഡ്ബാക്ക് സത്രയ്ക്ക് 2 വർഷം വരെയും വിലക്ക് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പോടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 തൊഴിൽ നിയമങ്ങൾ ഫാക്ടറി തൊഴിലാളികളെ 12 മണിക്കൂർ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കിയ ശേഷം 8 മണിക്കൂറിന്റെ വേതനം മാത്രം നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് PIB. തൊഴിലാളികളുടെ വിശ്രമ സമയം ഫാക്ടറി ഉടമകൾക്ക് തീരുമാനിക്കാം എന്ന വീഡിയോയിൽ പറയുന്നത് വാസ്തവവിരുദ്ധമാണെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 7 ജില്ലകളിൽ പോളിംഗ് നിരക്ക് 44.9%. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രാഷ്ട്രപതി ദ്രൌപതി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മണിപ്പൂരിലെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ ഇന്ന് ആരംഭിക്കും. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. VCമാരെ കോടതി നേരിട്ട് നിയമിക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണം ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3:30-ന്.